ബിഗ് ബോസ് മലയാളത്തിൽ ഈ ഒരു ഇരട്ടപ്പേര് ട്രെൻഡ് തുടങ്ങിയത് ഈ സീസണിലൊന്നുമല്ല. പലർക്കും പല ഇരട്ടപ്പേരുകളും നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ സേഫ് ഗെയിം കളിക്കുന്നവരെ വാഴ എന്ന് തുടങ്ങി, തെറി പറയുന്നവരെ ചുരുളി എന്നും, അങ്ങനെ നീണ്ടു പോകും ആ ഒരു ലിസ്റ്റ്. എടുത്തു പറയാനാണെങ്കിൽ അതിലൊരു പുതിയ ആളും കൂടി ആഡ് ആയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം. നമ്മുടെ സുരേഷ് മേനോൻ. വിഗ് വിഴുങ്ങി എന്നാണ് സുരേഷിനെ ആളുകൾ വിളിക്കുന്നത്. 3-4 വെറൈറ്റി വിഗുകളുണ്ട് പുള്ളിക്ക്. ഗോൾഡൻ കളറിലുള്ളത്, ബ്ലാക്ക് കളറിലുള്ളത്, പിന്നെ നാച്ചുറൽ ആയിട്ടിരിക്കുന്ന ഒന്ന്. അങ്ങനെയുള്ള ഒരുപാട് ചപ്ര വിഗുകളുടെ ഒരു ഹോൾസെയിൽ ബിസിനസ് തന്നെയുണ്ട് സുരേഷിന്. പക്ഷെ പ്രേക്ഷകർ പുള്ളിയെ വിഗ് വിഴുങ്ങി എന്ന് വിളിക്കുന്നത് സുരേഷ് ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കൊണ്ടും കൂടിയാണ്. രതീഷ് ഔട്ടായതിൽ പിന്നെ സുരേഷ് മിണ്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നാക്കില് മറ്റേ പിരിവെട്ടിയ അവസ്ഥയിലാണ് സുരേഷ്. ഒന്നും മിണ്ടുന്നതായിട്ടേ കണ്ടിട്ടില്ല. ഇത്രയ്ക്കും ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളെ ഹൗസിൽ ഇപ്പോഴും നിർത്തിക്കൊണ്ട് പോകുന്നതിന് പിന്നില് പുള്ളിയുടെ സ്വാധീനമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ബിഗ് ബോസിന്റെ ഷോ ഡയറക്ടറോട് നമ്മൾ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒരു കാര്യം അറിയാം, ആരും വിഗ് വിഴുങ്ങിക്ക് ഇതുവരെ വോട്ടൊന്നും കൊടുത്ത് അവിടെ നിർത്തിയിട്ടില്ല. സുരേഷ് ഈ ആഴ്ചയെങ്കിലും എവിക്റ്റ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ആഴ്ച സുരേഷ് നോമിനേഷനിലുണ്ട്. വളരെ ഇനാക്റ്റീവുമായിരുന്നു, വോട്ടിങ്ങിലും വളരെയധികം പിന്നിലായിരുന്നു. സ്വാധീനം കാരണം ബിഗ് ബോസ് അവിടെ സുരേഷിനെ നിർത്തിയാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ വോട്ടിംഗ് ആൻഡ് പെർഫോമൻസ് വൈസ് സുരേഷിനെ പുറത്താക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക.